ഗൈസ്. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ ഒരു പുതിയ ഗെയിമാണ്. ഗെയിമിൻ്റെ പേര് ഏതാണ്ട് എക്സ്ട്രാ ലൈഫ്സ് എന്നാണ്. ഒരു സോംബി ടൈപ്പ് ഗെയിമാണ്. ഗെയിം സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇത് കളിച്ചായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു 2D ഗ്രാഫിക്സിലുള്ള ഗെയിമാണ്. ഗെയിമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ മനുഷ്യന്മാർ കാണും, സോംബീസും കാണും. സോംബി അപ്പോക്കാലിപ്സ് നടന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ സർവൈവ് ചെയ്യണം. നമുക്ക് കണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്, ഇത് അറ്റാക്ക്, ഗ്രാബ്, ഇത് റൺ ചെയ്യുന്നത്, ഇപ്പം ഈ ഓരോ സാധനങ്ങൾ തറയിലിട്ട് എറിയുന്നതും എടുക്കുന്നതും, നമ്മൾ ഓരോന്ന് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, ഫുഡൊക്കെ അടിക്കുന്നത്. അതിവിടെ താഴെ കാണിച്ചിട്ടുണ്ട് Day 5. ഇതിനകത്ത് നമ്മൾ സർവൈവ് ചെയ്യുന്നതാണ് മെയിനായിട്ട്. താഴെ സമയം കാണിച്ചിട്ടുണ്ട്. ഇവിടെ മേളിൽ നമുക്ക് നമ്മുടെ ഫുഡിൻ്റെയും കാണാം, അതേപോലെ തന്നെ ഹെൽത്തിൻ്റെയും കാണാം. ഇതിനകത്തേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റും. ഇപ്പോൾ കുറച്ച് ഫുഡ് എടുക്കാം, ആനയെ അങ്ങ് കൊല്ലാം. വയലൻസ് ആണ് ഗെയിം. കുറച്ച് ചോരയൊക്കെ കാണുന്നേ ഉള്ളൂ, അങ്ങനെ അധികം ആയിട്ടൊന്നുമില്ല. കില്ല് വേണ്ട, നമുക്ക് ഇറച്ചി മാത്രം മതി. ഫുഡ് എന്തായാലും കഴിക്കാം. അതവൻ എടുത്തുകൊണ്ട് പോയി. അവൻ എന്തായാലും ഇതെടുക്കട്ടെ. നമുക്ക് ഈ കോഴി എടുക്കാം. അവൻ നമ്മുടെ ഇതെടുത്തുകൊണ്ട് പോയി. അവൻ ആരായാലും അവൻ്റെ ഇത് നമുക്കത് തിരിച്ചു വാങ്ങിക്കണം. ഇത് ഓൺലൈൻ ഗെയിമൊന്നും അല്ല, ഇതെല്ലാം NPCs ആണ്. ഒരുപാട് NPCs ഉണ്ട്. ഇതൊരു വലിയ മാപ്പാണ്. അത് അവൻ്റെ ചെയിൻസുമാണ്, അതെൻ്റെ എന്ന് ഞാൻ പറയും. അപ്പോൾ അവൻ നമ്മുടെ അടുത്ത് പിടിക്കാൻ വരും. അപ്പം നമ്മൾ അവനെ ഇങ്ങനെ കൊല്ലും. നമ്മളവനെ ഇങ്ങനെ അറുത്തം കൊല്ലും. പക്ഷെ ഇവനന്മാരെ ഇങ്ങനെ കൊന്നിടാൻ പറ്റത്തില്ല. ചാവുന്നമാരെല്ലാം അങ്ങ് സോംബിയായി പോകും. അവനങ്ങനെ തന്നെ നിൽക്കട്ടെ, അവനെ കൊല്ലുന്നില്ല. അതുകൊണ്ട് ഇതാണ് ഇവിടെ എടുക്കുമ്പം നിങ്ങൾക്ക് ഇതെടുക്കുമ്പോൾ കൺട്രോൾസ് ഒക്കെ കാണാം. അത് റെസിപ്പീസ്, പിന്നെ മരം വെട്ടി ഓരോന്നൊക്കെ ക്രാഫ്റ്റ് ചെയ്യുന്നതൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാം. പിന്നെ ഇത് മാപ്പ്, ഇതാണ് ഇതിൻ്റെ മാപ്പ്. വലിയ മാപ്പാണ്. ഓരോന്നോരോ സ്ഥലങ്ങളാണ്. നമ്മളിപ്പം ഇത് ഇത്രയും ഒരു സ്ഥലമായിരിക്കും. ഇതിപ്പം നമ്മളിരിക്കുന്നത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൽ നിന്ന് നമ്മളിങ്ങോട്ട് പോകുമ്പം ഇപ്പോൾ അടുത്ത സ്ഥലമാണ്. നമ്മളിപ്പോൾ ഫാമിലായി. അവൻ പറഞ്ഞ് അവൻ്റെ കാണാൻ ചെയിൻസോ ആണ്. നമുക്ക് എന്തായാലും ചെയിൻസോ തിരിച്ച് വാങ്ങിക്കണം. തിരിച്ച് വാങ്ങിക്കാൻ വരുമെന്ന് നമ്മളെ വെട്ടിക്കൊല്ലും. മെയിൻ ഈ വേൾഡിൽ സർവൈവ് ചെയ്യാമെന്നാണ് ഇതിൻ്റെ മെയിൻ. സർവൈവ് ചെയ്യും. പക്ഷേ അതുപോലെ നല്ല പാടുമാണ്. ഇവിടെ സോംബീസും കാണും, അതേപോലെ തന്നെ മനുഷ്യന്മാരും കാണും. സോംബീസിനേക്കാളും നമ്മൾ പേടിക്കേണ്ടത് മനുഷ്യന്മാരാണ്. അവന്മാരെ നമ്മൾ സംസാരിച്ച് നമ്മുടെ ഇരിക്കുന്ന സാധനം തട്ടിയെടുക്കാൻ നോക്കും, ഓരോന്നൊക്കെ ചെയ്യാൻ നോക്കും. ഈ ഗെയിം പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അധികം എംപിയൊന്നുമില്ല, 40, 50, 60 അത്രയും എടുത്തിട്ടുണ്ട്. അത്രയും എംപിക്ക് ഇത് അടിപൊളി ഗെയിമാണ്. നിങ്ങളെല്ലാവരും കളിച്ച് നോക്കണം ഈ ഗെയിം. വീണ്ടും വന്ന് അവൻ്റെ എന്ന് പറഞ്ഞ് അവൻ വീഴുന്നു. അവനിങ്ങനെ ചത്ത്. അവനെ നമ്മളല്ലെങ്കിൽ കിട്ടിയൊന്നും അറ്റാക്ക് ചെയ്തില്ലല്ലോ. അവൻ ചത്തെന്നാണ് തോന്നുന്നത്. തല അനപ്പിച്ച് എഴുന്നേപ്പിച്ച് നോക്കാം. ചത്തയാ നോക്കാൻ ഉറങ്ങുവാണ്. കേസാണ് നമ്മളൊക്കെ ചത്ത്. എന്താ സോംബി ആയി കഴിഞ്ഞിട്ട് നോക്കും ചെയ്തിട്ട് കാര്യമില്ല. എന്തായാലും കൊല്ലണം. കൊണ്ടുപോകാനേക്കാം. സോംബി ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുപോകും. നമ്മളില്ല എൻ്റെ തലയെ വെട്ടിയത്, അവനെ വെട്ടിയത്, അപ്പോഴത്തേക്ക് എന്തോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അവന് നമ്മളെ ചെയ്യാം. പക്ഷേ ബൈസൈക്കിൾ എടുത്തിട്ട് അത്
സ്ഥലത്തുണ്ട്.